നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടും? ആവശ്യത്തിനുള്ളത്. അപ്പൊ നമുക്കൊരു ടാസ്ക് ആയാലോ, ഒരു ഉറുമ്പിനെ നമ്മൾ കട്ടാക്കിയാല് അത് എന്താകും? ഒരു ഷർട്ടിനെ എങ്ങനെ ആണ് ടീഷർട്ട് ആക്കണം? A few minutes later. പറയുമ്പോൾ പച്ചണ്ട് കാണുമ്പോൾ പച്ചില്ല. പച്ചവെള്ളം. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അമ്മേനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കുന്ന വീഡിയോസ് ആണ് കുറച്ചുകൂടി കൂടുതൽ കാണുന്നത്. ശരിക്കും നിങ്ങൾ ഒറിജിനൽ ലൈഫിൽ എങ്ങനെയാണോ? ചെറുതായിട്ടൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ അതൊക്കെ തന്നെ കണ്ടന്റ് ആക്കി എടുക്കുകയും ചെയ്യും അല്ലേ? ഒന്നും കൂടി ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് കുട്ടി ചില മസാലപ്പൊടികളൊക്കെ കൗണ്ടറൊക്കെ കയറ്റി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ വ്യത്യാസങ്ങൾ പിന്നെയും വരും. എഴുതി വെച്ചതുപോലെ ഇന്ന് വരില്ല. ഒന്നുകൂടി ഒരേ സംഭാഷണങ്ങൾ കഴിയുമ്പോൾ വ്യത്യസ്തപ്പെടുത്തി പറയാനുള്ള ആവശ്യത്തിന് വേണ്ടിട്ട് അങ്ങനെയൊക്കെ പറയും. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടുന്നുണ്ട്? സത്യം പറയാ ഭയങ്കരം പറയാൻ പറ്റില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത്. കൂടുതൽ കിട്ടിയിട്ട് വലിയ കാര്യമില്ലേ? മനുഷ്യൻ നശിച്ചു. അതല്ല ഇപ്പൊ യുദ്ധമൊക്കെ അല്ലേ വേണ്ടത് നമ്മള്. അതെ അപ്പൊ അത് തന്നെ അങ്ങനെ പോണ്, കുഴപ്പമില്ല. ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടോ ഇവിടെ കാണുമ്പോ എന്താ? അല്ല, അത് ഞങ്ങളൊരു ഇത് ചെയ്തല്ലോ. ഒരു കൂട്ടുകാരൻ മരുന്ന് അതായത് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിലേക്ക് ആള് വന്നിട്ട് വിചാരിക്കുന്നത് എങ്ങനെയുണ്ടാ ജിജോ അല്ല മറ്റേ കുഞ്ഞോനെ വരുമാനമൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ പുള്ളി പറയും 5-6 ലക്ഷം. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ വർഷം 10 ലക്ഷമാണ് കിട്ടിയത്. ഞാൻ എടുത്ത് വായിക്കുന്നത് 10 ലക്ഷമാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി ഇന്ന് ഞെട്ടി. എടാ ഞാൻ വന്ന കാര്യം നീ ഒരു അത്യാവശ്യ കാര്യം 5000 രൂപ അതെ എനിക്കൊന്ന് ബാത്റൂം വരെ പോണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോ ശരിയാണല്ലേ? അത് ശരിയാണല്ലേ ചേട്ടാ? ആ സീൻ കണ്ടാ അത് മനസ്സിലാവുന്നത്. ഉള്ളിൽ ആശുപത്രി പോണ്. അല്ല അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നത് ഞങ്ങൾ അത് വെച്ചിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കിയതാണ്. ആൾക്കാർക്ക് ഇങ്ങനെ വിചാരം ഉണ്ടല്ലോ ചിലപ്പോ ഭയങ്കര ഇതുണ്ടാവും. അപ്പൊ വന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു 5-6 ലക്ഷം ഉണ്ട്. അപ്പൊ ആൾ പറഞ്ഞു കഴിഞ്ഞ ഒരു വീഡിയോ 10 ലക്ഷം കയറിയിട്ടുണ്ട്. അത് കയറി അപ്പൊ പറഞ്ഞു അതെ നിന്റെ വായിക്കും. അവിടെ ഞാൻ വന്നതേ ഒരു 5000 രൂപ ഒരു അർജന്റായിട്ട് 5000 അല്ലേ പാടോടെ ഞാൻ പരമൊത്തം കൊണ്ട് വരാം. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞൊക്കെ അല്ലാണ്ട് നീ വിചാരിക്കണ പോലെ അങ്ങനെ. അപ്പൊ പറഞ്ഞു എനിക്ക് അപ്പോഴേ തോന്നി എന്റെ അപ്പനും മോനും വെറുതെ വെട്ടായിടിച്ചോണ്ടിരിക്കേ. അപ്പൊ അങ്ങനെ പറഞ്ഞ ആളുകൾ പോണാണ് ആ എപ്പിസോഡിന്റെ എൻഡിങ്. ആളുകളുടെ വിചാരം ഇത് ഭയങ്കര എളുപ്പപ്പണിയാണെന്ന്. കാരണം എന്താന്ന് വെച്ചാൽ വീഡിയോസ് എടുക്കുന്നു, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. അതല്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പൊ പറയും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, യൂട്യൂബിൽ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കിയാൽ മതി. ഇതെങ്ങനെ ഉണ്ടാക്കണേ എന്താണെന്നും ആർക്കും അല്ല. കഷ്ടപ്പാടെന്ന് വെച്ചാൽ പുള്ളിക്കുള്ള ഒരു ഗുണം വേറെ ഒന്നും നമുക്ക് പറയുമ്പോഴേ എല്ലാം ചെയ്യുന്ന പുള്ളി തന്നെയാണ്. സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ക്യാമറ വിത്തുവിന് ഒഴിവുള്ളപ്പോൾ ക്യാമറ ചെയ്യും. ബാക്കി ഇത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യണത്, പിന്നെ സൗണ്ട് മിക്സിങ് കാര്യങ്ങൾ ഇതെല്ലാം വീട്ടിലിട്ടാണ് ചെയ്യണത്. എന്തായാലും പണി അറിയാലോ. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ആരോടും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആ സ്ഥാനത്ത് ഇതൊക്കെ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പൊ തുടക്കത്തില് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും തുടങ്ങുന്ന ആൾക്കാർക്ക്. ഇപ്പൊ നമ്മള് നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ ഇത് പണി ഒരു ജോലി ഉണ്ടായിട്ട് അതൊക്കെ നിർത്തിയിട്ട് യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാര്. അപ്പൊ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വോയിസ് ഒക്കെ ചെയ്യാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ ആരെങ്കിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോ നിങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ ഉണ്ടല്ലോ, റെഗുലർ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പോവാനായിട്ട് ഒരുപാട് ശ്രദ്ധിക്കണമല്ലോ. അത് നിങ്ങൾ എത്രത്തോളം അതിനകത്ത് കെയർ ചെയ്യേണ്ട? കറക്റ്റ് എല്ലാ ദിവസവും വീഡിയോസ് നമ്മള് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നമ്മള് പരമാവധി ഡെയിലി ഇടാൻ നോക്കും. ഡെയിലി കണ്ടന്റ് പോയി ചെയ്യണം. പിന്നെ വലിയ വീഡിയോ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണം. എല്ലാ ദിവസവും ചെറിയ വീഡിയോ ഇടും. എല്ലാ ഷോർട്ടുകൾ എപ്പോഴും എല്ലാ ദിവസവും പോകും അല്ലെ? അതിലുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങൾ ഒരു ദിവസം എടുത്തിട്ട് ഒരുമിച്ച് ഷൂട്ട് ചെയ്യണോ?
നമുക്ക് അപ്പൊ കിട്ടുന്ന കണ്ടന്റ് ഇല്ല. അപ്പൊ കിട്ടും. ഇപ്പൊ നാളത്തേക്ക് കണ്ടന്റ് ഇല്ല. ഇനിയിപ്പോ നാളെ അല്ല അതിപ്പോ എന്തായാലും നാളത്തേക്ക് ആവുമല്ലോ എന്തായാലും. അതിപ്പോ ഇപ്പൊ ഞാനേ ഈ തലയിലല്ല ആ തലയില് ഈ തല നോക്കിയിട്ട് ഇപ്പൊ നമ്മളതിൽ 340 എപ്പിസോഡിലായി. അതുപോലെ ഒന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോ എനിക്ക് രണ്ടാമത്തെ എപ്പിസോഡ് എന്റെ ഇല്ല. പക്ഷെ അത് നമുക്ക് ആവശ്യക്കാരാണല്ലോ, അതുകൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് കണ്ടന്റ്. അതേപോലെ മൂന്നാമത്തെ വരുമ്പോ അങ്ങനെ തന്നെ എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. നാളെ ഒന്നും ഇല്ല നമ്മുടെ, പക്ഷെ നമ്മള് ആവശ്യക്കാർ അതല്ല നമുക്ക് വേണം, നമുക്ക് ചെയ്യണം. കൂടുതലും മൈൻഡിൽ ഈ കാര്യങ്ങളായിരിക്കും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നേരത്തെ ഉണ്ടല്ലോ റെഗുലർ ആക്കണം എന്താണ് പറഞ്ഞില്ലേ, അപ്പൊ അക്കൂനെ പോലെ ഇതൊരു സ്പെല്ലിംഗ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപോലെ തെറ്റി പറഞ്ഞത്. അങ്ങനെ നീ വയസ്സൊരു പോലെ ആവണ്ടേ? എന്താ വയസ്സ് വയസ്സ്? അല്ല, ഞാൻ കുറച്ചേരം തോറ്റാ പഠിച്ചേ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു ടാസ്ക് ആയാലോ? ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നിങ്ങൾ ഉത്തരം പറയണം. ഓക്കെ അല്ലേ? തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഇതാവാൻ ഒരു എനർജി ഒക്കെ കിട്ടാനായിട്ട് ഒരു ബ്രേക്ക് ടൈം ഒക്കെ ഇത് മറ്റേ സ്കൂളല്ലല്ലോ, നമുക്ക് ഞാൻ പെട്ടെന്ന് പോകുന്നേ. പെട്ടെന്നായിക്കോ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ പെട്ടെന്നായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഷർട്ട് തേക്കണം. അപ്പൊ കറണ്ട് പോയി, അപ്പൊ എങ്ങനെ നമ്മള് തേക്കും? കഞ്ഞി തിളയ്ക്കാനുണ്ടാവും. ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ചോറ് കോരിയിട്ടിട്ട് കൊണ്ടുവന്നിട്ട്. അയ്യോ, അങ്ങനെയല്ല, കുറച്ചുകൂടി ചിന്തിക്ക്. വേറെ ലെവലാണ്. തേപ്പാണ്. അങ്ങനെ വേണ്ട, അതും വേണ്ട. അതായത് നമുക്ക് പെട്ടെന്ന് ഷർട്ട് തേക്കണം. അപ്പൊ കറണ്ട് പോയി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നി. അയ്യോ, എന്താണ്? എനിക്ക് പേടിയാണ് സംശയം ചോദിക്കുമ്പോ. ഈ തേപ്പ് പെട്ടിയില് ചൂടില്ലെങ്കിൽ? ചൂടില്ല, കറണ്ട് പോയല്ലോ. ചൂടില്ലെങ്കിൽ നമുക്ക് തേക്കാൻ പറ്റില്ലേ? ഇല്ല, തേക്കാൻ പറ്റൂല. സാധാരണ നമ്മൾ ഇങ്ങനെ ചെയ്ത് അതിന്റെ ചുടുപ്പൊക്കെ അങ്ങനെയല്ല, ചുളിവൊക്കെ അല്ല, നമ്മുടെ ഇരിക്കണത് മറ്റേതാ, ഇലക്ട്രിക്. അതുകൊണ്ട് തന്നെ തേക്കണം. അതുകൊണ്ട് തന്നെ തേക്കണം, വേറെ ഓപ്ഷൻ ഇല്ല. അല്ല, കറണ്ട് പോയാലും ഇൻവെർട്ടർ വർക്ക് ചെയ്യൂലോ. അല്ല, കറണ്ട് പോയി ഇൻവെർട്ടറും ഇല്ല. ഇല്ലെന്ന് പറഞ്ഞില്ല ചേട്ടാ. ഇത് മറ്റേ ഞാൻ കൊടുത്ത ആൻസർ ഇതിന് കുസൃതിയാണോ? കുസൃതി. തയ്ക്കാനായിട്ട് കറണ്ട് പോയി. ക്ലൂ ഉണ്ടോ? ക്ലൂ ഉണ്ടോ? അക്ക് പറയൂ അല്ലേ ആൻസർ? ക്ലൂ തന്ന ആൻസർ പറയും. ഇല്ല ചേട്ടാ, പെട്ടെന്ന് ചുളുങ്ങിപ്പോയി. എന്തായാലും തേച്ചിട്ട് നമ്മൾ തേച്ചോണ്ടിരിക്കാൻ പെട്ടെന്ന് ചുളുങ്ങി പോയ സംഭവം അല്ല. ക്ലൂത്താ. ക്ലൂ വേണമല്ലേ? ക്ലൂ എന്ന് പറയുമ്പം നമ്മളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. വേറെ ഡ്രസ് ഇടും. ഓ, എനിക്ക് ആ ഡ്രസ് തന്നെ ഇടണം. അങ്ങനെ തന്നെ ആൻസർ പറഞ്ഞൂടെ? ഇല്ല, വേറെ എങ്ങും ആ ചുറ്റുവട്ടത്തൊന്നും ഒരു വീടും ഇല്ല, എല്ലായിടത്തും കറണ്ട് പോയി. ഇതെന്താ പോലെ കാട്ടിലാണോ വീട്? ആ കാട്ടില, ഒരു മറ്റേ കുറ്റിക്കാട്ടിൽ. നിർബന്ധം. നമ്മൾ തോൽവി സമ്മതിക്കരുത് അമ്മേ. തോൽവി സമ്മതിക്കരുതെന്ന്. അതന്നെ ഞങ്ങൾ ഓക്കെ, നമ്മള് തേപ്പൊട്ടി എടുത്ത് ചൂടാവണം. അപ്പൊ അത് ചൂടാവണം. നമ്മള് ചൂടാവണം. അപ്പൊ തേപ്പൊട്ടി ചൂടാവും. അപ്പൊ തേപ്പൊട്ടി ചൂടാവും, പറഞ്ഞില്ലേ തിരിച്ചു നല്ല ചൂടാവും. ചിന്തിച്ച് ആൻസർ പറയേണ്ടതാണെന്ന്. എനിക്ക് മനസ്സിലായില്ല. ഇവിടെ നിൽക്കേണ്ട ആൾക്കാരല്ല. ഞാൻ വേറെ തേപ്പൊട്ടി എടുത്ത് നമ്മള് ചൂടാവണം. സംസാരിക്കണം. ഇങ്ങനെ ചൂടായിക്കുന്ന ചിലപ്പോ ഡ്രസ് കഴിഞ്ഞോട്ട് ചാൻസ് കഴിഞ്ഞു പോകും മിക്കവാറും. അപ്പൊ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്തത് അത് പരീക്ഷിക്കണം. ഒരു ഉറുമ്പിനെ നമ്മൾ കട്ടാക്കിയാല് അത് എന്താകും? ഉറുമ്പിനെ കട്ടാക്കി അതിനെ ജീവൻ പോത്രേ ഉണ്ടാവുള്ളൂ. ആന്റി. ഇല്ല, അല്ല, ഉറുമ്പിനെ നമ്മൾ കട്ടാക്കും.
അപ്പൊ എന്താണ്? പുരു അയ്യോ അതല്ല. പകുതി ഉറു അല്ല, കുറച്ചുകൂടി ചിന്തിക്കുക. രണ്ടാക്കും. നിങ്ങക്ക് പറ്റും. രണ്ടാവും. രണ്ടാകുമല്ലോ കട്ടായ. പിന്നെ അപ്പൊ എന്താവുന്നല്ലേ ചോദിച്ചു. എന്താവും? ഉറുമ്പ് രണ്ടാവും. നിങ്ങൾ ആ യൂണിവേഴ്സിലേക്ക് ഇതുവരെ വന്നിട്ടില്ല, അതാണ്. ഞാൻ വേറെ ചിന്തിച്ച് നിൽക്കണേ. ഞങ്ങളിപ്പോ ഉറുമ്പിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ ഉറുമ്പിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉറുമ്പാകാൻ പറ്റില്ല. ഓഫ്, അമ്മേ. അല്ല ഉറുമ്പിനെ രണ്ടായി കട്ടാക്കും. കട്ടായ. അപ്പൊ ഉറുമ്പ് എന്താവുന്ന? ആ, അപ്പൊ ഉറുമ്പ് എന്താകും? ചത്തുപോകും. ഉറുമ്പ് ചത്തുപോകും. അതല്ല, അതല്ലടി, ഈ ഉറുമ്പ് എന്നുള്ള സ്പെല്ലിങ്ങിന് എന്തോ ഒരു ഐറ്റം ചെയ്തിട്ടാണ്. നിങ്ങൾ ലോജിക്ക് വെച്ച് ചിന്തിക്കില്ലേ? എന്തുവാ ആൻഡോ അല്ല, ക്ലൂത്ത മലയാള വാക്കാണ്. മലയാളം അക്കു അക്കു വിചാരിച്ച കിട്ടും. ബുദ്ധിപരമായിട്ട് ചിന്തിക്കും. ആ, ഉറുമ്പിന് സങ്കടാവും. അയ്യോ ആ മനസ്സ് ഞാൻ കാണാതെ പോയി. നമുക്ക് ആ ഉറുമ്പിന്റെ ആ ഒരു റൂ ഇങ്ങോട്ട് മാറ്റിയാലോ? നടക്കൂല. അപ്പൊ അപ്പൊ ഉമ്പോ നിങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ. കട്ടുറുമ്പ്. അയ്യോ ഇത് സിമ്പിൾ അല്ലായിരുന്നോ? സമ്മതിച്ചില്ല. ആ, അപ്പോഴും ചോദിക്കുന്നത് കട്ട് ഉറുമ്പ്, കട്ട് ചെയ്ത ഉറുമ്പ്. ശോ, ഞാനിനി ഇത് എങ്ങനെയാണെന്നൊക്കെ ഇവര് നമ്മള് വിചാരിക്കുന്നത് അടുത്തേല് പിടിക്കാം നമുക്ക്. ഉറുമ്പിന്റെ ഭാഗത്തും ചിന്തിച്ചപ്പോ സമാധാനം ഞാൻ പറഞ്ഞല്ലോ, ഇത് വേറെ യൂണിവേഴ്സിലെ ക്വസ്റ്റ്യൻസാ. ഇപ്പൊ എന്റെ കയ്യിലുള്ള ലോജിക്കില്ല. ആ ലോജിക്ക് വേണ്ട. ഞങ്ങൾ പറഞ്ഞ ഉത്തരം അത് നമ്മള് ലോജിക്ക് ആക്കിയാ പോരെ. ആഹാ, അങ്ങനെയല്ല ഞാൻ വിചാരിച്ചു ഉത്തരം തന്നെ വെച്ചിരിക്കുന്നത്. ഒരമ്മൂമ്മ കുക്കറില് കഞ്ഞി വെക്കായിരുന്നു. പെട്ടെന്ന് ആ കുക്കർ പറന്നുപോയി. അതെന്താ? പറന്നുപോയ കുക്കറിന് അതേപോലെ ബോംബ് ഇട്ട് വെച്ചിട്ടുണ്ടാവും ആരെങ്കിലും. അല്ല, അപ്പൊ ഒരു കൊടുങ്കാറ്റ് വീശി. കുക്കർ പെട്ടെന്ന് പറന്ന് ഇത് നിങ്ങൾ ഞാൻ വിചാരിച്ച നിങ്ങൾ ആ വൈബിനൊത്ത് നിങ്ങൾ പിടിച്ചു കുക്കറിന്റെ ഉള്ളിൽ കാക്കിയെങ്ങാനും വീണുണ്ടോ? ഇല്ല. നിങ്ങൾ ലോജിക്ക് വെച്ച് ചിന്തിക്കേ ചെയ്യരുത്. അല്ല ലോജിക്ക് വെച്ച് ചിന്തിക്കരുത്. ചിന്തിക്കരുത്. ആ നേരത്തെ ഒരു ബിസിലടിച്ചു. കുക്കറ് ഞാൻ വേണമെങ്കിൽ ഒരു ഈസി ഇത് പറഞ്ഞുതരാം. നമ്മള് കൊറേ ടൈപ്പ് ഓഫ് കുക്കറിന്റെ പേര്. പ്രഷർ കുക്കർ അല്ല, പ്രഷർ കുക്കർ അറിയാം, അതിന്റെ കൊറേ പേരുകളുണ്ട്. ഒരു മിനിറ്റ് നിക്ക്. അത് കിട്ടും. കുക്കറിന്റെ പേര് എനിക്ക് അറിയൂല, അതുകൊണ്ട് ഈ കാര്യം അമ്മ തന്നെ ചെയ്യണം. പറക്കണതല്ലേ? ഈശ്വര, ഇതെങ്കിലും പറയണേ ദൈവമേ, എനിക്ക് സമാധാനത്തോടു കൂടി വീട്ടിൽ പോവായിരുന്നു. തോമസ് എല്ലാ കുക്കറിന്റെയും പേരുകളൊന്നും പറഞ്ഞേ. ബട്ടർഫ്ലൈ. അതാണ് ബട്ടർഫ്ലൈന്റെ കുക്കറായിരുന്നു. അത് തന്നെ. അതെ, അവിടെ മാനം കാത്തു. ബട്ടർഫ്ലൈ വന്നത് അവിടെ നിന്നാണ്. ബട്ടർഫ്ലൈ വന്നു. അങ്ങനെ ഒരു കുക്കർ ഉണ്ട് പറഞ്ഞിട്ടാണോ? ഞാൻ അതുവരെ ആലോചിച്ചോ? ശരി. ഇനി ഒരെണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാ ഞാൻ വിട്ടേക്കാം. എനിക്ക് ആ ക്വസ്റ്റ്യനിൽ എന്തോ പശുക്ക അയ്യോ, മോൻ വിചാരിക്കല്ലേ. മൂന്നെണ്ണത്തിൽ ഒരെണ്ണം നമ്മൾ ആൻസർ ചെയ്തു. രണ്ടെണ്ണം കൂടി ഉണ്ട്. ഓക്കെ. ഒരാള് കടല് കാണാൻ പോയി, വെള്ളം കയറി അവിടെ. അപ്പൊ അയാളുടെ കയ്യില് ഒരു 4G സിമ്മും ഒരു 3G സിമ്മും ആണ് ഉള്ളത്. സിംഹ സിം എന്നുവെച്ചാ സിം എന്ന് പറഞ്ഞാൽ സിം കാർഡ് സിം കാർഡ്. അപ്പൊ അയാള് എങ്ങനെ രക്ഷപ്പെടും? വെള്ളം കയറിയല്ലോ. അപ്പൊ അയാളുടെ കയ്യിൽ ആകെ ഉള്ളത് 4G സിമ്മും ഒരു 3G സിമ്മും ആണ്. ഇതും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സിമ്മിന്റെ എന്തോ ഒരു പേരില്ല. ചിന്തിക്കാൻ തുടങ്ങി. ആ സിം അല്ല, അത് സ്വിം അല്ലേ? ഇത് ക്ലൂ. നമ്മള് സാധാരണ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? അയ്യോ, അതല്ല. വെള്ളം കയറി കഴിഞ്ഞാൽ ഞാൻ പെട്ട പോലെ വെള്ളത്തിന്റെ ഇംഗ്ലീഷ് വാട്ടർ എന്നല്ലേ? അതല്ല. വെള്ളം കയറിയാ ഓടി രക്ഷപ്പെടാൻ നോക്കും. ഇതും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ചേട്ടൻ എന്നെ അടിക്കുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ ആ വൈബിനൊത്ത് സെറ്റ് ആവണില്ല അല്ലേ? ഇതും കൂടി ഉള്ളു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അത്ര പിടിക്കില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേട്ടിട്ടില്ല അല്ലേ? അല്ലല്ല, ഇത് ഞാൻ ഈ 4G 3G അല്ല 4G ഉണ്ട് 3G ഉണ്ട് 3G ഉണ്ട് അല്ലേ?
അല്ലേ? ഒരു ഡൗട്ട് ആയല്ലേ? അല്ല ഞാൻ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോഴേ അപ്പൊ എന്നിട്ട് എപ്പോ എങ്ങനെ രക്ഷപ്പെടുന്നു. രക്ഷപ്പെടും? കടലിലേക്കാണ് പോയേക്കണത്. കടല് കാണാൻ പോയി പെട്ടെന്ന് വെള്ളം കയറി അല്ലേ? കടലിറങ്ങിയ കടലില് അയ്യോ നിങ്ങളിങ്ങനെ ലോജിക്ക് വെച്ച് ചിന്തിക്കണ്ട. ഓടി രക്ഷപ്പെടില്ല. ഞാൻ ആൻസർ പറയട്ടെ. വേണ്ട പറ്റില്ല. ഇതിന് പറയരുത്. ഞങ്ങൾ വിടില്ല ഞാൻ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലൂ കൂടി. നമ്മള് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ നമ്മൾ അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കാം? ഈ സിം ഇട്ടിട്ട് അതിനകത്ത് നമ്മള് അങ്ങനെയല്ല, സ്യൂട്ട് ഉണ്ടാവില്ലേ? അതൊന്നും കൊണ്ടുപോയില്ല. പെട്ടെന്ന് വെള്ളം കയറിയേ, അതൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞങ്ങളിത് തോറ്റിട്ടില്ല എങ്കിലും ഉത്തരം പറഞ്ഞു. അമ്മേ അല്ല തോക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, പക്ഷെ ഉത്തരം പറഞ്ഞു. തോക്കാൻ മനസ്സില്ല. അതായത് പറയട്ടെ, അതായത് ആ 4G സിമ്മിന്ന് 3G സിം കുറച്ചിട്ട് അപ്പൊ 1G ആക്കും. അങ്ങനെ 1G കയറി രക്ഷപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ 3G കുറച്ചിട്ട് 1G ആക്കും. 1G ആക്കും. അങ്ങനെ ഇല്ല ഇതിനകത്തിന് ചോദ്യമില്ല. എനിക്ക് ചോദ്യമുണ്ട്. 1G ആക്കിയിട്ട് 1G കയറി ആ രക്ഷപ്പെടും. 1G കയറി രക്ഷപ്പെടുമ്പോ അയാൾ അതിൽ കൂടെ അങ്ങോട്ട് പോകണം. അയാൾക്ക് വീട്ടിൽ വന്നു പോണ്ടേ? തൊഴഞ്ഞൊഴിഞ്ഞ് പോകും. വഞ്ചിയിലെ കയറി പോയി. 1G കയറിപ്പോയി. അപ്പൊ ഇത്ര നേരം എന്നാലും ഞങ്ങൾക്ക് പറയാൻ പറ്റണ എന്തെങ്കിലും ചോദിക്കണെങ്കിൽ ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടായിരുന്നു. അല്ല ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാൻ പറ്റും. കുട്ടികളല്ലേ ഒരു ക്വസ്റ്റ്യൻ മൊബൈലിൽ ചോദിച്ചാൽ ഇത് തന്നെ ഇങ്ങനത്തെ തന്നെ ഉള്ളത്. സിമ്പിൾ ആയിട്ടുള്ള. ഓക്കെ, ഒരെണ്ണം കൂടി ചോദിക്കാം. ഇതിന് ആൻസർ പറയുന്ന ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇത് നമുക്ക് കിട്ടില്ല. മൊബൈൽ ആൻസർ പറയാൻ പറ്റില്ല. വേണ്ട ഇനി നമുക്ക് വേണ്ട. സിം യൂസ് നമ്മള് ചെയ്തിട്ട് എന്ത് നേരിടുന്ന തയ്യാറാ. അതെ, ഒരു ഷർട്ടിനെ എങ്ങനെ ആണ് ടീഷർട്ട് ആക്കണേ? ഷർട്ടിനകത്ത് ടീ ഒഴിക്കാം. ഓ എന്റെ മോനെ, നമ്മുടെ കയ്യടിക്കടാ. ടീ മാനം കാത്തു, ഈ തറവാടിന്റെ മാനം കാത്തു. രണ്ടെണ്ണം ഉത്തരം പറഞ്ഞില്ലേ? രണ്ടെണ്ണം പറഞ്ഞു അല്ലേ? അതും പെട്ടെന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് പറഞ്ഞു. ഷർട്ടിന് ടീ ഒഴിച്ച് ടീഷർട്ട് ക്ലാസ്സിൽ എവിടെയോ കേട്ടിട്ടുണ്ട്. ഈ ലെവലിലായിരുന്നു പറയരുത്. ഈ ലെവലിലായിരുന്നു ചിന്തിക്കേണ്ടിരുന്നത്. ശരി ശരി. നിങ്ങൾ ഭയങ്കര ലോജിക് ആയിട്ടൊക്കെ ചിന്തിച്ചു പോയതുകൊണ്ടാണ്. അതിന്റെ അല്ലേ ഞങ്ങളെന്ന് വെച്ചാല്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? ട്രെയിനിൽ നിന്ന് ഒരാൾ ടീ കളഞ്ഞു, അപ്പൊ തന്നെ പെട്ടെന്ന് മഴ പെയ്തു. എങ്ങനെ? ആ ട്രെയിനിന്റെ റെയിൻ അങ്ങനെയാണോ? ട്രെയിനല്ലേ? അപ്പൊ അതിനകത്ത് ടീ കളഞ്ഞു, അപ്പൊ അങ്ങനെ റെയിൻ വന്നു. ഞാൻ ആ യൂണിവേഴ്സിറ്റി തന്നെയാ. അങ്ങനെ നീ സമ്മതിച്ചു കൊടുത്തേ. നമുക്ക് വേറെ ആൻസർ അറിയോ? വേറെ പോയാ മതി. കണക്ക് ക്ലാസ്സിലെ കണക്ക് മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികൾ ആരാണ്? അയ്യോ, ബിന്ദുവും രേഖയും. അപ്പൊക്ക് ചോദിച്ചൂടെ? ഒരെണ്ണം കൂടി ചോദിച്ചാ ഇതിൽ നീ കിട്ടിക്കഴിഞ്ഞാ ഏത്തോടില്ലട്ടോ ഞാൻ. കിട്ടി നമുക്ക് ഏത്തോടിപ്പിക്കാം. ഇങ്ങനെ പറഞ്ഞില്ലേ ഞാൻ ചോദിക്കണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ ഇത്രയും നേരം ചീത്ത പറഞ്ഞിട്ട് അറിയാവുന്ന പൊളിക്ക്. ഇനി ഒന്നും നോക്കണ്ട. പറയുമ്പോൾ പച്ചണ്ട് കാണുമ്പോൾ പച്ചയില്ല. പറയുമ്പോൾ പച്ചണ്ട് കാണുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ പറയുമ്പോ പച്ചയും കാണുമ്പോ പച്ചയും. പച്ചണ്ട് കാണുമ്പോ പച്ചയില്ല. ഓ സിമ്പിള്. ആരും പറയരുത് 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 അങ്ങനെ പറഞ്ഞെടുക്കരുത്. മനസ്സിലായില്ലേ? ഇത് മറ്റേ മിന്നാരത്തിലോ പറയുമ്പോ പച്ചില്ല. പച്ചവെള്ളം. ഇത് ചേച്ചി അത് മറ്റേ മിന്നാരത്തിന് പറ്റത് കാണിക്കണല്ലേ? അത് കണ്ടില്ല, കാണാൻ മറന്നുപോയി. മറന്നുപോയി. മനസ്സിലായില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലായി. പച്ചാന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ പച്ചയായിട്ട് കണക്ട് ചെയ്തു.
അവിടെ നിന്ന് ചോദിക്കുന്നത് നിനക്കറിയാം. എനിക്കറിയാവുന്ന ഒരെണ്ണം കൂടി ചോദിച്ചാൽ മുട്ടു കേട്ടു കൊടുക്കില്ല. അമ്മേ നിങ്ങളെക്കാളും കൂടുതൽ ഞാൻ പക്ഷെ സ്കോർ ചെയ്ത് 2 എണ്ണല്ല, ഞാൻ 3 എണ്ണം പറഞ്ഞു. ആവശ്യമുള്ളപ്പോ വലിച്ചെറിയ, ആവശ്യമില്ലാത്ത സൂക്ഷിച്ചു വെക്കും. എനിക്കോ ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, എന്തൊരു സന്തോഷാണ്. ഞങ്ങക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്കല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഓ നിങ്ങള് മറ്റേ ഫ്രീക്ക് ടീമാണല്ലോ. പറഞ്ഞ ക്വസ്റ്റ്യൻ കൊടുക്ക്. ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോൾ സൂക്ഷിച്ചു വെക്കും. ആരും പറയരുത്. ഞാൻ കൊറേ ക്ലൂ തന്നില്ലേ? അയ്യോ എനിക്ക് ഇതിന്റെ ക്ലൂ ഒന്നും അറിയില്ല. അതൊരു സാധനമില്ല. അല്ല ഇതങ്ങനെ ക്ലൂ തരാനുള്ള ക്ലൂ വന്ന പെട്ടി ഞങ്ങള്. അശ്ശോ. അതുകൊണ്ട് ഞങ്ങള് നമ്മളെല്ലാവരും ഉപയോഗിക്കാറുള്ള കഴുത്ത് വേദന. അങ്ങോട്ട് നോക്കണ്ട. അയ്യോ കഴുത്ത് വേദന ഇങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല. അയ്യോ വേണ്ട. എന്നാലും ചെറിയൊരു ക്ലൂ. എല്ലാവരും ഒന്നും ഉപയോഗിക്കില്ല. എല്ലാവരും ഒന്നും ഉപയോഗിക്കില്ല, എങ്കിലും ചിലവരൊക്കെ ഉപയോഗിക്കാം. എന്തായാലും നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സാധനം. ഇവർക്ക് മനസ്സിലായോന്ന് അറിയാൻ വേണ്ടി. അയ്യോ അപ്പൊ പെട്ടെന്ന് ഇനി ഒരു ക്ലൂവും കൂടി, ഇത് കൂടി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കില്ല. അവസാന ക്ലൂ. അതിന് അവർക്ക് അത് പറയാൻ അറിയില്ല, ക്ലൂ അറിയില്ല, അതാണ് പ്രശ്നം. അയ്യോ തോൽവി സമ്മതിച്ചില്ലേ? മീൻവല. 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 ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും. ഞങ്ങള് അത് കൊള്ളാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിരിക്കുന്നു. അടിയറവ് അല്ലേ? പക്ഷെ ഞാൻ സ്കോർ ചെയ്തിട്ടോ. ഞാൻ 3. അല്ല അത് ഒരു ജാതി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരന്തം മൂന്ന്. ഞാൻ വിചാരിച്ചത് പറയാൻ പറ്റും. സിമ്പിൾ ആയിരുന്നു. തേപ്പട്ടിനോട് ചൂടാകാൻ പറഞ്ഞത് സിമ്പിൾ ആയിരുന്നു. ഞാൻ വിചാരിച്ചത് നിങ്ങളൊക്കെ പറയും. അതൊന്നും ഉത്തരവ് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനത് കൊറേ തപ്പിയെടുത്ത ക്വസ്റ്റ്യനാ. അങ്ങനെ എന്റെ കറണ്ട് പോയ പെട്ടി നമ്മള് ചൂടാക്കണം. അതിൽ ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പോ അതിനകത്ത് ഒരു ആൻസറും കാണില്ല. അല്ലാതെ നമ്മൾ തമാശക്ക് ചിന്തിക്കുമ്പോഴത്തേനും നമുക്ക് തമാശക്ക് ഇല്ലാണ്ട് മറ്റേ കുലങ്കശമായിട്ടുള്ള ചർച്ചയല്ലല്ലോ. എന്താണ് കുലങ്കശ? കുലങ്കുഷമായിട്ട് ചിന്തിക്കില്ല ചെറുത് നമ്മളിങ്ങനെ. ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മള് ഡിസ്കസ് ചെയ്യില്ലേ, അതിനാണ് നമ്മള് കുലങ്കശമായിട്ടുള്ള ചർച്ച. അടുത്ത ചോദ്യം ചോദിക്കാൻ അക്കു ചോദിച്ചിരുന്നു എവിടെയും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലേ, അവൾക്ക് മതിയാവണല്ലേ? അക്ക ചോദിച്ചോ? അക്കുന് എന്തെങ്കിലും ചോദിക്കും? എനിക്കറിയില്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒരു ഭാഗം പേരും തിന്നണ അവനാ. ഞാൻ ചോദിച്ചു മേടിച്ച ക്വസ്റ്റ്യൻ അത്. ആനയോ? സമ്മതിച്ച എല്ലാവരും തിന്നുന്ന ആന. ആരും പറയരുത്. നമുക്ക് കിട്ടി. ഇങ്ങോട്ട് നോക്കിയാ മതി. എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാരും തിന്നുന്നവരാണ്. എനിക്ക് തരാൻ പറ്റില്ല. ഞാൻ തന്ന കനി പോലും. അതന്നെ സമ്മതിച്ചോ? ഇത് ഞാൻ പറയാം. അങ്ങനൊന്നും പറയരുത്. അങ്ങനൊന്നല്ല പറയണ്ടേ, അങ്ങനെയാണ് പറയണ്ടേ. കാട്ടിലുണ്ടാവുന്ന ഒരു പ്രത്യേകതരം ജീവി എന്നൊക്കെ പറയണം. ഒരു ഫ്രൂട്ടാണ്. ഫ്രൂട്ടാണ് കാട്ടിലുണ്ടാവുന്ന പ്രത്യേകതരം ജീവി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എല്ലാരും കഴിക്കുന്ന ഒരു ആന. അതായത് ഹിമാലയ സാനുക്കളുടെ മുകളില് ഇതിങ്ങനെ ഉണ്ടായി നിക്കണ കാണാൻ. ഞാൻ പറഞ്ഞത് വെച്ച് ആലോചിച്ച് നോക്ക്. അറിയോ? അത് നല്ല ഒരു അറിയോ? അല്ല നോക്കട്ടെ. മറ്റേ പറയും ഫ്രൂട്ട് അല്ലേ? അമ്മ എനിക്ക് അങ്ങനത്തെ ക്ലൂ കൊടുക്കണോ? അമ്മേ എല്ലാവർക്കും തിന്നാൻ പറ്റില്ല എന്നൊക്കെ ഞാനിപ്പോ വേറെ ഏതാന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കാം. എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന ഒരു ആന ബനാന. മറ്റേ പഴമുള്ള സാധനമൊക്കെ ഉണ്ടായാലേ അത് എടുത്ത് തിന്നാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങൾ പറയണ വെച്ച് ഹിമാലയ സാധനങ്ങൾ എന്നൊക്കെ അത് പുള്ളി അത് ഞങ്ങൾ തുടരെ സിനിമയിലല്ലേ മിസ്ലീഡ് ചെയ്തതാണ്. അത് കൊള്ളാം. ഞങ്ങൾ ആ പടം കണ്ടപ്പോ അതിനകത്ത് കുറെ മിസ്ലീഡ് രാമ വഴിയിലൂടെ പോകുമ്പോ 2000 രൂപയുടെ നോട്ട് കണ്ടു. രാമ അടുത്തിരുന്ന മീൻകൃഷ്ണൻ എടുത്തോണ്ട് പോയ കാരണം എന്താ?
2000 രൂപയുടെ നോട്ട് നോട്ട് കണ്ടു 2000 രൂപയുടെ നോട്ട് അതിന്റെ അപ്പുറത്ത് ഒരു മീൻ കഷ്ണം. രാമു മീൻ കഷ്ണം എടുത്തോണ്ട് പോയ കാരണം എന്താ 2000 എടുത്തില്ലെന്ന് രാമൻ, പക്ഷെ പൈസക്ക് ക്ഷാമുണ്ടായിരുന്നു. പക്ഷെ 2000 വേണ്ടാന്ന് വെച്ചിട്ട് ഒരു മീനാണ് എടുത്തത്. വളരെ ദാരിദ്ര്യം. 2000 രൂപ നിരോധിച്ചല്ലോ അല്ലെ? അപ്പൊ അതാണോ? അല്ല അല്ല 2000 അത് അന്ന് ഉണ്ടായിരുന്നു. ഞാൻ കേട്ടില്ല. നോട്ട് നിരോധിച്ചല്ലോ. ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ അല്ലെങ്കിൽ വേണ്ട, നോട്ട് വേണ്ട. 2000 കിടക്കണ്ടായിരുന്നു. അതന്നെ. പക്ഷെ ഈ രാമുവിന് വീട്ടിലെ സാഹചര്യം ഓർത്തു. പക്ഷെ ചേട്ടാ മിസ്റ്റേക്ക് ചെയ്യല്ലേട്ടോ. പക്ഷെ രാമുവിന്റെ കഷ്ടപ്പാട് ഓർത്തെങ്കിലും രാമു മീൻ കഷ്ണം കൊണ്ടുപോയി. അപ്പൊ എന്തുകൊണ്ടാണ് 2000 അവിടെ എടുക്കാഞ്ഞ്? 2000 നോട്ട് രാമുവിന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ വീട്ടില് പട്ടിണി മാറ്റാം. പക്ഷെ എന്തുകൊണ്ടാണ് അത് കൊടുക്കാണ്ട് ഇതെടുത്തത്? നമ്മള് പോണ പണി കഴിഞ്ഞു തന്നെയാണ് രാമു. രാമുന് ഭയങ്കര പണിയായിരുന്നു. ഭയങ്കര പണിയായിരുന്നു. എന്നിട്ട് ഒരു മീൻ കഷ്ണം പിന്നെ കാരണം എന്താ മഴക്കാരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് മഴ അറിയില്ലെങ്കി ഇപ്പൊ പാസ് അടിക്കണം. ഇതിന് നമുക്ക് തളർത്തി ചേർത്തണം. ഞാനിത് പോവില്ല. അങ്ങനെ ചോദിച്ചാ രാമുവിന്റെ ദാരിദ്ര്യമൊക്കെ ഓർത്തിട്ടാണ്. ആ ഓർത്തിട്ട് ഓക്കെ ഇനി ഒരു ചാൻസും കൂടി ഉണ്ട്. ഒരു ചാൻസും കൂടി ഉണ്ട് അല്ലേ? അങ്ങോട്ട് നോക്കരുത് ചാൻസിന്. അങ്ങോട്ട് നോക്കാനൊരു ടെൻഡൻസി അത് നമ്മളെല്ലാവരും ഇങ്ങനെ സ്കൂളിൽ പരീക്ഷിക്കും ഇങ്ങനെ പേടിക്കാനായിട്ടേ. നിങ്ങൾക്ക് പറ്റുമോ? അയ്യോ എനിക്ക് അറിയില്ല. പറയട്ടെ, രാമു ഒരു പൂച്ചയായിരുന്നു. രാമുനെ എലീനെയൊക്കെ പിടിച്ച തിന്നണ, അതുകൊണ്ട് ഞാൻ ജോലി എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു രാമു ഒരാളായിരിക്കും. ശത്തൊക്കെ ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ പൂച്ച രാമു വരുന്നല്ലേ? ആണോ? ശരിക്കാണോ? പക്ഷെ ഞങ്ങളെ ശരിക്കും ഒരു ഇനത്ത് കണ്ടപ്പോ ക്വസ്റ്റ്യൻ ഇതുപോലത്തെ കണ്ടു. ആ ക്വസ്റ്റ്യന് അതേപോലത്തെ പേര് കണ്ടു. ഇപ്പൊ രാമുവിനെ ഓർത്തോ? അപ്പൊ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. ഇപ്പൊ പറയണേ നമ്മുടെ വീട്ടിലെ രാമുനെ ഓർത്താൽ മതി എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. രാമു ഈ 2000 നോട്ടോടാണ് മീൻ ഇട്ടു ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. രാമു 2000 നോട്ടോണ്ട് മീൻ കെട്ടെടുത്തോണ്ട് പോയി. അറിയായിരുന്നോ? നിങ്ങള് സ്ഥിരം കേൾക്കുന്നാണല്ലോ അല്ലെ? അങ്ങനെ ഇപ്പൊ ഞങ്ങള് ലെവലായി അല്ലേ? ലെവലാക്കാൻ വേണ്ടി കൊറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അല്ല, അത് ചോദിക്കാനൊരു കഴിവ് വേണല്ലോ. അതെ 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 അതെ. അപ്പോഴത്തേനും ഓർത്തല്ലോ ശത്രുവിനെ അടിയുറ് പാരമ്പര്യം. ഇപ്പൊ പോയിന്റ് കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ പോട്ടെ. കുറെ വീഡിയോസ് ഒക്കെ വരട്ടെ. വെക്കേഷൻ ആണല്ലോ. വെക്കേഷൻ കഴിയാറായി. പക്ഷെ എന്നാലും കുറച്ച് സമയമുണ്ടല്ലോ. അപ്പൊ കുറച്ചധികം വീഡിയോസ് ചെയ്തൂടെ? നിങ്ങൾക്കൊന്ന് സഹകരിച്ചൂടെ? അപ്പക്ക് നോക്കുന്നുണ്ട്, സഹകരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ സഹകരണം അപ്പക്ക് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒന്നും പറയുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും. വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. എല്ലാവരും തിരിച്ചു. അതെ, താങ്ക് യു. ഓക്കെ.